ഹായ് കൂട്ടുകാരെ, ചലഞ്ചിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗരധർമ്മവും അതുപോലെ ഭരണഘടനയുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 50 ചോദ്യങ്ങൾ പഠിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ പഠിക്കുന്നു. ഒപ്പം എക്സാം എഴുതാൻ മറക്കണ്ട, അതും കൂടി അറ്റൻഡ് ചെയ്യുക. കൂട്ടുകാരെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലവൻ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലവൻ. മറക്കണ്ട, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലവൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഇനി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളുണ്ട്, അതിൻ്റെ തലവനാണ് ചീഫ് സെക്രട്ടറി. അതാത് സ്റ്റേറ്റ്സിലെ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലവൻ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലവൻ ആരാ? ക്യാബിനറ്റ് സെക്രട്ടറി, സംസ്ഥാനം ചീഫ് സെക്രട്ടറി. ഇനി നമുക്കറിയാം IAS അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്തിൽ വരുന്നതാ? ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അതായത് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയും. ഓക്കെ, അഖിലേന്ത്യാ സർവീസ്. ഇനി കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസ്, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. മൂന്നാമത്തത് സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ്. അപ്പോൾ ഇതിൽ പണ്ട് PSC ചോദിച്ചത് ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്തിൽ വരുന്നതാണെന്നാണ് PSC ചോദിച്ചത്. ഇന്ത്യൻ റെയിൽവേ വരുന്നത് സെൻട്രൽ സർവീസിലാണ്. ഇന്ത്യൻ റെയിൽവേ അതുപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇതെല്ലാം വരുന്നത് കേന്ദ്ര സർവീസിലാണ്. അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, IAS IPS ഒക്കെ തന്നെ. സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസ്ഥാന സർവീസിലെ ഉദാഹരണങ്ങളാണ്. ഓക്കെയാണ്. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലവൻ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. സംസ്ഥാനമാണെങ്കിൽ ചീഫ് സെക്രട്ടറിയാണ്. ഇനി ഇന്ത്യയിലെ നിലവിലത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? അറിഞ്ഞിരിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കുക. നിലവിലത്തെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ് നിലവിലത്തെ ചീഫ് സെക്രട്ടറി. ക്യാബിനറ്റ് സെക്രട്ടറി. നിലവിലത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? രാജീവ് ഗൗബയാണ്. മറക്കണ്ട. ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ചോദിച്ചാൽ NR പിള്ളയാണ്. ആരാണ്? NR പിള്ള. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി NR പിള്ളെ. നിലവിലത്തെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ് എന്നാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് ഉപയോഗം അറിയപ്പെടുന്നത് എന്താണ്? ഗവേണൻസ് എന്നാണ്. അതായത് ഭരണ നവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഗവേണൻസ്. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ. ഓക്കെയാണ്, അക്ഷയ കേന്ദ്രങ്ങൾ. അപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഗവേണൻസ് മറക്കണ്ട. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ് എന്നാണ്. അടുത്തത്, വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് ചോദിച്ചാൽ 2005 ജൂൺ 15 മാറിപ്പോകരുത്. ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് ജൂൺ 15, 2005 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഈ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. ഈ വിവരം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. അത് നോട്ട് ദ പോയിന്റ്, 10 രൂപ സ്റ്റാമ്പ്. ഓക്കെ, 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് ഇതിനായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടത്. പ്രധാന പോയിന്റ് ക്ലിയർ ആണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി നമുക്ക് 30 ദിവസത്തിനകം ലഭിക്കണമെന്നാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടിയാണ് 30 ദിവസത്തിനകം നമുക്ക് ലഭിക്കണം. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന ഒരു അപേക്ഷയാണെങ്കിൽ അതിൻ്റെ മറുപടി 35 ദിവസത്തിനകം ലഭ്യമാക്കിയിരിക്കണം. ക്ലിയർ ആണേ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയാണെങ്കിൽ 30 ദിവസത്തിനകവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടിയാണെങ്കിൽ 35 ദിവസത്തിനകവും നമുക്ക് മറുപടി ലഭ്യമാക്കി തന്നിരിക്കണം.
ഇനി ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തന്നിരിക്കണം. 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. ഇത് മറക്കണ്ട. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സംബന്ധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനകം എന്ത് ചെയ്തിരിക്കണം? ഇവര് നമുക്ക് മറുപടി തന്നിരിക്കണം. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഈ വിവരാവകാശ നിയമം പാസ്സാകുവാൻ കാരണമായ ഒരു സംഘടനയുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാമായിരിക്കും. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. മറക്കണ്ട, മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് രാജസ്ഥാനിലെ അരുണ റോയ് സ്ഥാപിച്ച എവിടെ സ്ഥാപിച്ച? രാജസ്ഥാനിൽ സ്ഥാപിച്ച മസ്ദൂർ കിസാൻ ശക്തി സംഘാതന്റെ പ്രവർത്തന ഫലമായിട്ടാണ് വിവരാവകാശ നിയമം പാസ്സായത്. ക്ലിയർ ആണേ? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് പാസ്സാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. മറക്കണ്ട. തമിഴ്നാട്ടില് 1997 തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. അപ്പൊ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് ആണ്. ഈ വിവരാവകാശ നിയമത്തില് 2 ഷെഡ്യൂളുകൾ, 2 പട്ടികകളാണുള്ളത്. മറക്കണ്ട. വിവരാവകാശ നിയമത്തിൽ എത്ര പട്ടികകൾ ഉണ്ടെന്ന് ചോദിക്കാം. 2 പട്ടികകളാണ് നമ്മുടെ വിവരാവകാശത്തിലുള്ളത്. അപ്പൊ ചോദ്യം ഒന്നും കൂടി. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇതേ ദിവസമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നത്. മറക്കണ്ട. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതും 2005 ഒക്ടോബർ 12. അടുത്ത ചോദ്യം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാ? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റാണ്. പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഇത്രയും പേര് ഉൾപ്പെടുന്ന സമിതിയാണ് ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണെന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. ഇവരെ പിരിച്ചുവിടുന്നതും അംഗങ്ങളെ പിരിച്ചുവിടുന്നതും പ്രസിഡന്റാണ്. ഓക്കെ. അപ്പം ഈ കേന്ദ്രം പറയുന്ന സമയത്ത് നമുക്ക് സംസ്ഥാനം കൂടി പറയണം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഓക്കെ. അപ്പോൾ അവിടെ പ്രസിഡന്റ്, ഇവിടെ ഗവർണറാണ്. മറക്കണ്ട. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 തന്നെയാണ്. പക്ഷേ ഡേറ്റിൽ വ്യത്യാസമുണ്ട്. ഡിസംബർ മാസം 19 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജ്ജഹത്ത് ഹബീബുള്ള. മറക്കണ്ട. വജ്ജഹത്ത് ഹബീബുള്ളയാണ് ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വജ്ജഹത്ത് ഹബീബുള്ള. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ആരാണ്? PSC ചോദിച്ചിട്ടുണ്ട്. ദീപക് സന്ധു ആണ്. വനിതയാണ്. ആദ്യ വനിതയാണ് ദീപക് സന്ധു. രണ്ടാമത്തെ വനിത ആര് ചോദിക്കാം? സുഷമ സിംഗ് ആണ്. രണ്ടാമത്തെ വനിത. മറക്കണ്ട. ആദ്യത്തെ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ സുഷമ സിംഗ് ആണ്. ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജ്ജഹത്ത് ഹബീബുള്ളയാണ്. നിലവിലത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. ഓക്കെ. ഇത് പറയുമ്പോൾ എന്തായാലും കേരളത്തിലെയും പറയണല്ലോ. ആദ്യ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ് ആണ്. ഇപ്പോഴത്തെ സീറ്റ് ഒഴിവ് കിടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നത് വിൻസൻ എം പോൾ ആണ്. സോ ആ ഒരു ഒഴിവിലേക്ക് ആളെടുക്കുന്നുണ്ട്. അപ്പോൾ വജ്ജഹത്ത് ഹബീബുള്ള ആദ്യത്തെ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ്, ഇപ്പോഴത്തെ യശ്വർദ്ധൻ കുമാർ സിൻഹ. ആദ്യത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. അഞ്ചാമത്തെ ചോദ്യം. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1. 2012 മറക്കല്ലേ, ചോദിച്ചതാണ്. കേരളത്തിൽ സേവനാവകാശ നിയമം, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. കേരളത്തിൽ വന്നത് 2012 നവംബർ 1. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ് ആണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ. മറക്കണ്ട അല്ലെ, അഴിമതി തടയുന്നതിന് കേന്ദ്രത്തിലുള്ള ഒരു സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിലുള്ളത് ലോകായുക്തയാണ് അല്ലെ. അഴിമതി തടയുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത് ലോകായുക്ത, കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്നത് ലോക്പാലാണ്. കേരള ലോകായുക്ത നിലവിൽ വന്നത് 1998 1998 നവംബർ 15 കേരള ലോകായുക്ത. 98 കേട്ടോ, 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നത്. ഈ ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും കാലാവധി 5 വർഷമാണ്. അടുത്ത ചോദ്യം, ഓംബുഡ്സ്മാൻ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് സ്വീഡനിൽ നിന്നാണ്. കാരണം ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു പദവി ആദ്യമായിട്ട് വഹിക്കുന്ന രാജ്യം സ്വീഡനാണ്. അപ്പോൾ ആ സ്വീഡനിൽ നിന്നാണ് ഓംബുഡ്സ്മാൻ എന്ന ആശയം നമ്മൾ ഇന്ത്യ കടം കൊള്ളുന്നത്. അതായത് ഇന്ത്യയിലെ ഈ ലോകായുക്ത, ലോക്പാൽ, ഇതാണ് ഓംബുഡ്സ്മാൻ. ഇന്ത്യയിലെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ലോക്പാലും ലോകായുക്തയുമാണ്. 9ാമത്തെ ചോദ്യം, നിലവിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അരവിന്ദ് ബോബ്ഡെയാണ് അല്ലെ. ശരത് അരവിന്ദ് ബോബ്ഡെയാണ് ഇന്ത്യയുടെ 47ാമത്തെ, ഓർക്കുക 47ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അരവിന്ദ് ബോബ്ഡെ. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ, ഇന്ത്യയുടെ പരമോന്നത കോടതി, ഇതെല്ലാം ഏതാ? സുപ്രീം കോടതിയല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ, ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണല്ലേ. ഈ സുപ്രീം കോടതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ മറക്കരുത്, 124. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇനി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം പ്രസിഡന്റ് കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നതും അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന് മുമ്പിലാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? അതും രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹരിലാൽ ജെ കനിയ. മറക്കണ്ട, ഹരിലാൽ ജെ കനിയ. അദ്ദേഹമാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യം മലയാളി ആരാ? KG ബാലകൃഷ്ണൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മലയാളി KG ബാലകൃഷ്ണൻ. എത്രാമത്തെ ആരെന്ന് ഓർക്കുന്നുണ്ടോ? 37ാമത്തെ ആണ്. ഇപ്പൊ 47 37ാമത്തത് KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളിയാണ്. ഇനി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാ? ഫാത്തിമ ബീവി. അതും മറക്കണ്ട, ഫാത്തിമ ബീവി ആണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത, ഫാത്തിമ ബീവി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. നമ്മുടെ കീഴ്ക്കോടതിയിൽ വരുന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫും സബും ഒക്കെ. അപ്പൊ അതില് സിവിൽ ക്രിമിനൽ കേസുകളാണ് മജിസ്ട്രേറ്റ് കോടതി കൈകാര്യം ചെയ്യുന്നത്. 21ാമത് ലോ കമ്മീഷൻ ചെയർമാൻ ബൽബീർ സിംഗ് ചൗഹാനാണ്. ആരാണ്? ബൽബീർ സിംഗ് ചൗഹാനാണ് 21ാമത്. എത്രാമതാ? 21ാമത്തെ ലോ കമ്മീഷൻ ചെയർമാനാണ് ബൽബീർ സിംഗ് ചൗഹാൻ. അപ്പൊ 20ാമത്തെ അറിഞ്ഞിരിക്കണ്ടേ? അറിയണം. 20ാമത്തെ ആള് AP ഷായാണ്. 20ാമത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആരാ? AP ഷായാണ്. 21ാമത്തത് ബൽബീർ സിംഗ് ചൗഹാനാണ്. ഇനി ലോ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സെതൽവാദ് ആണ്. ആരാണ്? സെതൽവാദ് ആണ് ആദ്യത്തെ ലോ കമ്മീഷന്റെ ചെയർമാൻ. ലോ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സെതൽവാദ്. 21ാമത്തത് ബൽബീർ സിംഗ് ചൗഹാൻ. 20ാമത്തത് AP ഷാ. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷനെ ചോദിച്ചാൽ മെക്കാളെയാണ് കേട്ടോ. മെക്കാളെ ലോർഡ് മെക്കാളെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ. അടുത്തത്, കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അറ്റോർണി ജനറൽ ആണ്. കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യയുടെ 1ാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ 1ാമത്തെ നിയമ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 ആണ്. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ക്ലിയർ ആണ്? ഇന്ത്യയിലെ ഏതു കോടതിയിലും നേരിട്ട് ഹാജരായി കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായം ബോധിപ്പിക്കാൻ അറ്റോർണി ജനറലിന് അധികാരമുണ്ട്. ഇദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. അറ്റോർണി ജനറലിനെ തൽസ്ഥാനത്ത് നീക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലോ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനായ സെതൽവാദ് ആണ്. ഓക്കെ, അപ്പൊ MC സെതൽവാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. നിലവിലത്തെ ആളെ നിങ്ങൾക്കറിയാം, മലയാളിയാണ് KK വേണുഗോപാൽ. KK
വേണുഗോപാൽ. ഓക്കെ, കെ വേണുഗോപാൽ. അപ്പോൾ നിലവിലത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? കെ വേണുഗോപാലാണ്. അറ്റോർണി ജനറൽ ആകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ഇതേ കെ വേണുഗോപാലാണ്. ശരി, ഈ കെ വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ച രസകരമായ ഒരു ചോദ്യമുണ്ട്. കെ വേണുഗോപാലെ ഏത് മേഖലയിലാണ് പ്രശസ്തൻ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ പല നിയമം, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതറിയാവുന്നവർക്കറിയാം കെ വേണുഗോപാല് എന്താണ്, അറ്റോർണി ജനറലാണ്. സോ അത് എന്തായാലും അദ്ദേഹം നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുള്ളൂ എന്നറിയാം. അപ്പോൾ PSC ഒന്ന് തലതിരിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് കാര്യം അറിഞ്ഞിരിക്കുക, കെ വേണുഗോപാൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായി മാറിയത്? അറ്റോർണി ജനറലായിട്ട് മാറുന്നത്. ഇനി ഈ അറ്റോർണി ജനറലിനെ കൂടാതെ രാജ്യത്ത് രണ്ടാമതൊരു നിയമ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സോളിസിറ്റർ ജനറൽ എന്നാണ്. സോളിസിറ്റർ ജനറൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ്. ക്ലിയർ ആണ്. നിലവിലത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. മറക്കണ്ട, തുഷാർ മേത്ത. ക്ലിയർ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ അറ്റോർണി ജനറൽ ആണ്. രണ്ടാമത്തത് സോളിസിറ്റർ ജനറൽ ആണ്. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ കെ വേണുഗോപാലാണ്. ഇനി കേന്ദ്രത്തിന് ഒരു നിയമോപദേഷ്ടാവ് ഉള്ളതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഒരു ഉപദേഷ്ടാവ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. മാറിപ്പോണ്ട, ഇത് അറ്റോർണി ജനറൽ, രണ്ടാമത് പറഞ്ഞ സോളിസിറ്റർ ജനറൽ, ഇനിയുള്ളത് അഡ്വക്കേറ്റ് ജനറലാണ്. അടുത്തത്. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ്. ഈ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 165 മറക്കണ്ട. അറ്റോർണി ജനറൽ 76 ദെൻ അഡ്വക്കേറ്റ് ജനറൽ 165 ആർട്ടിക്കിൾ 165. ഈ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരായിരിക്കും? ഗവർണർ ആയിരിക്കും അല്ലേ? ഇപ്പുറത്തെ അറ്റോർണി ജനറലിന്റെ പ്രസിഡന്റ് ആണ്. ഇവിടെ അഡ്വക്കേറ്റ് ജനറൽ ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാന്നറിയോ? CP സുധാകര പ്രസാദ് ആണ്. ആരാണ്? സുധാകര പ്രസാദ് ആണ് നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ. 13ാമത്തെ ചോദ്യം. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG എന്ന് പറയും. CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ CAG ആണ്. CAGയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. ഇനി ഈ CAGയെ നിയമിക്കുന്നതും ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ CAG നരഹരി റാവു ആണ്. ആരാണ്? നരഹരി റാവു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ CAG. ഇന്ത്യയിലത്തെ നിലവിലത്തെ CAG ചോദിച്ചാൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലത്തെ ഇന്ത്യയുടെ CAG. അത് 14ാമത്തെ CAG ആണ്, മറക്കണ്ട. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ എന്താ? ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുമ്പോൾ ലോക്സഭ, രാജ്യസഭ, പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് തെറ്റിപ്പോവരുത്. ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ അത് ലോക്സഭ പ്ലസ് രാജ്യസഭ പ്ലസ് രാഷ്ട്രപതി, ഇത്രയും കൂടി ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. ഇനി ഉപരിസഭ എന്നറിയപ്പെടുന്ന പാർലമെന്റ് സഭ ഏതാണ്? അത് രാജ്യസഭയാണ്. മറക്കണ്ട, ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഉപരിസഭ രാജ്യസഭ, അധോസഭ ലോക്സഭ, മാറിപ്പോവണ്ട. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഈ രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഈ രാജ്യസഭയിൽ എത്ര സീറ്റുകളുണ്ട്? രാജ്യസഭയിലെ സീറ്റുകൾ 250 മറക്കണ്ട. രാജ്യസഭയിൽ എത്ര സീറ്റുണ്ട്? 250 സീറ്റുണ്ട്. അതിൽ 238 തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് 12 പ്ലസ് 12 അത് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളാണ്. അപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ 12, തിരഞ്ഞെടുക്കപ്പെടുന്നത് 238. മൊത്തം രാജ്യസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? 250 അംഗങ്ങളാണുള്ളത്. ഇനി രാജ്യസഭയിൽ കേരളത്തിൽ എത്ര സീറ്റുണ്ട്? 9 രാജ്യസഭാ സീറ്റാണ് കേരളത്തിനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തു വെക്കണം. ക്ലിയർ ആണ്? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്?
രാജ്യസഭയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്, മറക്കണ്ട. ഉപരാഷ്ട്രപതി ആയിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷൻ. ക്ലിയർ ആണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ഒരു ധനബില്ലിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. അപ്പോൾ ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെ വേണേൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്, അല്ലേ? നമ്മുടെ ജനപ്രതിനിധി സഭ അല്ലെങ്കിൽ അധോസഭ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? ലോക്സഭയാണ്. ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി. 5 വർഷമാണ്. ലോക്സഭയുടെ അധ്യക്ഷ പദം വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്, മറക്കണ്ട. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയുടേത് ഉപരാഷ്ട്രപതിയാണ്. ഇനി ലോക്സഭയിൽ സീറ്റുകൾ എത്ര ഉള്ളത്? 543 ഉണ്ടായിരുന്നത്, അല്ലേ? 543 പേരെയാണ് നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നത് 2 അങ്ങനെ മൊത്തം 545 സീറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 104ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ 2 സീറ്റ്, അതായത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്ക് വേണ്ടിയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്ന ഈ സീറ്റ് എന്ത് ചെയ്തു? ഇപ്പം ഒഴിവാക്കി, അവസാനിപ്പിച്ചു. അപ്പം അതില്ല. അപ്പം ഇപ്പം എത്ര? 543. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, അല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. അതുപോലെ ഉപരാഷ്ട്രപതിയുടെയും. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 10th പ്രിലിംസിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നത് ഈ ഒരു രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നു. അവരെ നിയമിക്കുന്നത് ആര്, ഇവരെ പുറത്താക്കുന്നത് ആര്, അതുപോലെ തന്നെ രാഷ്ട്രപതിമാരെ കുറിച്ച്, ഓരോ വ്യക്തികളെ കുറിച്ച് തന്നെ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രപതിമാരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. അടുത്ത ചോദ്യം, പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. പാർലമെന്റ് സംയുക്ത സമ്മേളനം എന്ന് പറയുമ്പോൾ ലോക്സഭയും പ്ലസ് രാജ്യസഭയും കൂടി ചേർന്നിട്ടുള്ള സമ്മേളനമാണ്. ഇവ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള സമ്മേളനമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു, ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ, സമ്മേളനം നടന്നാൽ അവിടുത്തെ അധ്യക്ഷൻ ആർക്കാ പ്രാധാന്യം? ലോക്സഭാ സ്പീക്കർക്കാണ് പ്രാധാന്യം. അപ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സംയുക്ത പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്, മറക്കരുത്. ഓക്കെ, അപ്പോൾ സംയുക്ത പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി, അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 108ാമത്തെ ആർട്ടിക്കിളിലാണ് പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 108 മറക്കണ്ട. ഇനി എന്നാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പാർലമെന്റ് സംയുക്ത സമ്മേളനം നടന്നത്? അത് 1961 1961 സ്ത്രീധന നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട്, ദൗറി പ്രൊഹിബിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംയുക്ത സമ്മേളനം, പാർലമെന്റ് സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം 1978 നടന്നു. 78 ബാങ്കിങ് സർവീസ് കമ്മീഷൻ റദ്ദാക്കിയ നിയമവുമായിട്ട് റദ്ദാക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് 1978 ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് 78 രണ്ടാമത്തെ സംയുക്ത സമ്മേളനം ചേരുന്നത്. പിന്നീട് 2002 പോട്ടയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് 2002 ഇതുപോലെ ഒരു സംയുക്ത സമ്മേളനം കൂടുകയുണ്ടായത്. ക്ലിയർ ആണ്. അപ്പോൾ 61, 78, 2002 അതിനുശേഷം ഒരു പ്രാവശ്യം കൂടിയെങ്കിലും അത് അലസിപ്പോവുകയുണ്ടായി. അപ്പോൾ വിജയകരമായിട്ട് പാർലമെന്റ് സമ്മേളനം നടന്നത് ഈ മൂന്ന് തവണയാണ്: 61, 78, 2002. ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ. അടുത്ത, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ഗവർണറാണ്. അതായത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ തലവൻ ഗവർണറാണ്, മറക്കണ്ട. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. അടുത്തത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. സാർവത്രികം 326. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും നിലവിൽ വന്നു. അപ്പോൾ ആർട്ടിക്കിൾ 326 പ്രകാരമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതിനെക്കുറിച്ച് അവിടെയാണ് പരാമർശിക്കുന്നത്. ഇനി നമ്മുടെ ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം 21 വയസ്സ് വരെ ആയിരുന്നു. അതായത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം 21 വയസ്സ് തൊട്ടായിരുന്നു എന്ന് വരെ 1989 വരെ.
1989 വരെ 21 വയസ്സായിരുന്നു ഏറ്റവും കുറഞ്ഞ പ്രായം വോട്ട് ചെയ്യാൻ. എന്നാൽ അത് 21 നിന്നും 18 മാറ്റിയത് 1989 എത്രാം ഭേദഗതി പ്രകാരമാണ്? 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 21 വയസ്സെന്നുള്ളത് 18 വയസ്സായിട്ട് കുറച്ചു. നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പറയുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷനെയും കൂടി അറിഞ്ഞിരിക്കുക. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ 324 ഓക്കെ. 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, 324 എന്ത് നമ്മുടെ ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാ? 1950 ജനുവരി 25 മറക്കരുത്, ചോദിച്ചിട്ടുണ്ട്. 1950 ജനുവരി 25 നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. നിലവിലത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. ആരാണ്? സുനിൽ അറോറ നിലവിലത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 മറക്കരുത്. പിന്നെ അവിടെ മാറിപ്പോകാൻ സാധ്യതയുള്ളത് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ഇതേ വർഷമാണ്, പക്ഷേ അത് സെപ്റ്റംബർ 28 ഓക്കെ, മാറിപ്പോവരുത്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് സെപ്റ്റംബർ 28. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും ചെയർമാൻമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനെ പഠിച്ചിരിക്കുക രംഗനാഥ് മിശ്രയാണ്. ചോദിച്ചിട്ടുണ്ട്. രംഗനാഥ് മിശ്രയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്, അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവനാണ്. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവനാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞതുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനോട് പറയുകയാണ് 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓർക്കുക, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത് 1998 ഡിസംബർ 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതിൽ കമ്മീഷനിലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പുറത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും അതിലെ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. മറക്കരുത്. ഇവരുടെ കാലാവധി ഇതുപോലെ തന്നെ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ക്ലിയർ ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ പരീത് പിള്ളയാണ്. എം പരീത് പിള്ളയാണ് ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള സംസ്ഥാന കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ ആന്റണി ഡൊമിനിക് ആണ്. മറക്കണ്ട, ആന്റണി ഡൊമിനിക് ആണ് നിലവിലത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20 അപ്പോൾ 2020 ജൂലൈ 20 2019 ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. മറക്കണ്ട, ചോദിച്ചിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. 25ാമത്തെ ചോദ്യം, ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്ന പട്ടിക ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂള് 9 ഭരണഘടനയുടെ ഷെഡ്യൂൾ 9 ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി 10 നമ്മുടെ കൂറുമാറ്റ നിരോധനം പരാമർശിക്കുന്ന ഷെഡ്യൂൾ 10 9 ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്നത്. അത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള.
ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം അറിയാലോ, 1992 മാറിപ്പോരുത്. മനുഷ്യാവകാശ കമ്മീഷൻ 93, ദേശീയ വനിതാ കമ്മീഷൻ 92 ജനുവരി 31. ജനുവരി 31 1992 നിലവിൽ വരുന്നത്. ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്കാണ്. മറക്കണ്ട, ജയന്തി പട്നായിക്കാണ് ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. നിലവിലുള്ള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് രേഖാ ശർമ്മ. മറക്കണ്ട, രേഖാ ശർമ്മ. ആദ്യത്തത് ജയന്തി പട്നായിക്, ഇപ്പോഴത്തത് രേഖാ ശർമ്മയാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അറിഞ്ഞു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാം, അലോക് റാവത്താണ്. ആരാണ്? അലോക് റാവത്ത്. അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ പുരുഷൻ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള എന്നതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കേരള വനിതാ കമ്മീഷനും ഇതുപോലെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. അത് സ്ത്രീ ശക്തിയാണ്. സ്ത്രീ ശക്തി എന്നത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അല്ലെങ്കിൽ കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ്. ഈ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അത് 1996. മറക്കണ്ട, ദേശീയ വനിതാ കമ്മീഷൻ 92, കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 96. ഈ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരി അല്ലേ, എപ്പോഴും ചോദിക്കാറുണ്ട് PSC. സുഗതകുമാരി ആദ്യത്തെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്. നിലവിൽ ആരാണ്? MC ജോസഫിൻ ആണ് അല്ലെ. MC ജോസഫിൻ ആണ് നിലവിലുള്ളത് എന്ന് ഓർക്കുക. അടുത്ത, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അല്ലെ. 1946 ഡിസംബർ 6 രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ, താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആദ്യത്തെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. മറക്കണ്ട, രണ്ടുപേരെയും ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 46 ഡിസംബർ 6 എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നത് ഡിസംബർ 9. അപ്പൊ ആദ്യമായിട്ട് ചേർന്നത് രൂപീകൃതമായത് ഡിസംബർ 6, ആദ്യത്തെ സമ്മേളനം ഡിസംബർ 9. അടുത്ത, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ തലവൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ BR അംബേദ്കർ ആണ്. അപ്പൊ അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ അലങ്കരിച്ച ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. മറക്കണ്ട, ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി അലങ്കരിച്ച ചിത്രകാരൻ നന്ദലാൽ ബോസ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ്. ഓക്കെ, അപ്പോൾ ഈ ആമുഖം ഈ ആമുഖം എന്ന ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ആമുഖം എന്ന കാര്യം കടമെടുത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഈ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ചോദിച്ചിട്ടുണ്ട് PSC. 1949 നവംബർ 26. നവംബർ 26 എന്ന ഡേറ്റ് ആണ് ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ചോദിച്ചാൽ 1949 നവംബർ 26. നമ്മുടെ ഈ ഭരണഘടനയിൽ ഒരു ഭേദഗതി, ഈ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആമുഖം അങ്ങനെ ഭേദഗതി ചെയ്യാൻ പാടില്ല. എന്നാലും 1976 42ാമത് ഭേദഗതിയിലൂടെ നമ്മുടെ ഈ ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. 76 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന സമയത്ത് ആമുഖത്തിൽ ഒരു കാര്യം കൂട്ടിച്ചേർത്തു. അതെന്താ? സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയത് ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത് ഏത് വർഷമായിരുന്നു? 1976. ഇനി ഈ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കേസുകൾ സുപ്രീം കോടതി പോയതാണ്.
അതായത് 2 കേസുകൾ. സുപ്രീം കോടതി ആദ്യമായിട്ടൊരു വിധി പ്രഖ്യാപിച്ചു 1960 ഈ ആമുഖം ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചു. ഇത് പ്രഖ്യാപിച്ച കേസ് ബെറുബറി കേസാണ്. എന്താണ്? ബെറുബറി കേസാണ്. ബെറുബറി കേസ് 1960. അപ്പോൾ 1960 ഈ ബെറുബറി കേസിലൂടെ സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. എന്നാൽ 1973 മറ്റൊരു കേസുണ്ടായി. 1973 കേശവാനന്ദ ഭാരതി കേസുണ്ടായി. എന്താണ്? കേശവാനന്ദ ഭാരതി കേസുണ്ടായി. അത് ഈ അടുത്താണല്ലോ മരണപ്പെട്ടത്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി പറഞ്ഞു എന്താണ്? നമ്മുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പം നിലവിൽ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓർത്തു വെക്കുക, സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞത് ബെറുബറി കേസിലൂടെയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെ ആർട്ടിക്കിൾ അനുച്ഛേദം പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? പൗരത്വത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെ അനുച്ഛേദം പറയുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. അടുത്തത്, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാ? 1978 44-ാം ഭേദഗതി. അപ്പോൾ ഈ 42-ഉം 44-ഉം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ട ഭേദഗതികളാണ്. 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശങ്ങളല്ലാതായി മാറി. നമുക്കറിയാം മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 എണ്ണമേ ഉള്ളൂ. അതിലൊന്നായിരുന്നു സ്വത്തവകാശം. അതാണ് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണല്ലേ. നമുക്ക് എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാണ് ഈ മൗലികാവകാശങ്ങൾ? സമത്വത്തിനുള്ള അവകാശം അല്ലേ? സമത്വത്തിനുള്ള അവകാശം പഠിക്കേണ്ടതാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ. പിന്നെന്താ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. മൂന്നാമത്തെ അവകാശം എന്താ? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെ. അടുത്ത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 തൊട്ട് 28 വരെ. അടുത്തത് സാംസ്കാരികപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം 29, 30. പിന്നുള്ള എന്താ? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം 32 മുതൽ 35 വരെ. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ അല്ലേ. അപ്പോൾ മൗലികാവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ നിലവിൽ 6 എണ്ണമാണ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം. ഓരോ അവകാശങ്ങളും എടുത്തു പറയാൻ സമയമില്ല. വളരെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അതൊക്കെ നോക്കുക. അടുത്ത, അന്യായമായിട്ട് തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടയക്കാനായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായിട്ട് തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടയക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. എത്ര റിട്ടുകളാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്? 5 റിട്ടുകളുണ്ട്. ഏതൊക്കെയാ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറണ്ടോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറണ്ടോ. എന്താ ഈ റിട്ട് എന്ന് പറഞ്ഞാൽ? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. സുപ്രീം കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് 32. മറക്കണ്ട, റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അനുമതി കൊടുക്കുന്ന ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 32 ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226 മറക്കണ്ട. 226 ഹൈക്കോടതി, സുപ്രീം കോടതി 32. പിന്നെ മൗലികാവകാശങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് മറക്കരുത് കേട്ടോ. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്താണ് കേട്ടോ, മറക്കല്ലേ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിലാണ്?
ഇന്ത്യയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4-ാം ഭാഗമാണ്. നമ്മുടെ മൗലികാവകാശം 3 മാർഗനിർദ്ദേശക തത്വങ്ങൾ 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉള്ളത്. അപ്പോൾ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. അടുത്ത ചോദ്യം, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗമാണ് മൗലിക കടമകൾ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതാണ്? മൗലിക കടമകൾ. ഈ മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 4A പാർട്ടിലാണ്. 4A പാർട്ടില് ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ പരാമർശിക്കുന്നു. മറന്നു പോരുത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കുറെ ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ 3 നമ്മൾ പറഞ്ഞു മൗലികാവകാശം, 4 നിർദ്ദേശക തത്വങ്ങൾ, 4A മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A ആർട്ടിക്കിളിലാണ് മൗലിക കടമകൾ പരാമർശിക്കുന്നത്. ഈ മൗലിക കടമകൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇത് പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. എന്ന് 1976 കൂട്ടിച്ചേർത്തു. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം? 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. നമ്മൾ അപ്പുറത്ത് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഈ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 103-ാം ഭരണഘടനാ ഭേദഗതി. മറക്കണ്ട, 103-ാം ഭരണഘടനാ ഭേദഗതി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇപ്പോൾ 10% നമ്മുടെ സാമ്പത്തിക സംവരണം ഉണ്ടല്ലോ, അപ്പോൾ അത് ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയത് 103-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. മറക്കണ്ട, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊള്ളുന്നത്. ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 368 ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. മറക്കരുത്. അതിൽ 103-ാമത്തെ ഭരണഘടനാ ഭേദഗതി 10% സാമ്പത്തിക സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത, പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്തി രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. മറക്കണ്ട, രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. അടുത്തത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ, നമ്മുടെ UPSCയിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് KG അടിയോടി. UPSCയിൽ അംഗമായ ആദ്യത്തെ മലയാളി KG അടിയോടി. 40-ാമത്തെ ചോദ്യം, 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് NK സിംഗ്. മറക്കണ്ട, 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ് ആണ്. 14-ാമത്തെ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡിയാണ്. മറക്കണ്ട, YV റെഡ്ഡിയാണ് 14-ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. എന്നാൽ 15-ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ് ആണ്. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ 280 അനുച്ഛേദം 280, ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത, പട്ടികജാതി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. 338 പട്ടികജാതി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഓക്കെയാണ്. അടുത്തത്, സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 356. മറക്കണ്ട, സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അധികാരം നൽകുന്ന അനുച്ഛേദം 356. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 ആർട്ടിക്കിളുകളാണ് ഈ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ആർട്ടിക്കിൾ 352. 352 പ്രകാരമാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 52. 56 ആണെങ്കിൽ എന്താണ്?
അത് സംസ്ഥാന അടിയന്തരാവസ്ഥ. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം വരുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 56 പ്രകാരമാണ്. 360 പ്രകാരമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്നുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പം 352, 56, 360. ഇനി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 359. ഈ 359 പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നത്, ഒരു രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. ഓക്കെ, അപ്പം അടിയന്തരാവസ്ഥ കാലത്ത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത്, അത് പിടിക്കാനുള്ള അവകാശം രാഷ്ട്രപതി കൊടുക്കുന്നത് ആർട്ടിക്കിൾ 359 ആണ്. അപ്പോൾ 52, 56, 60, 59 മറക്കണ്ട. 352 എന്താണ് രാജ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ, 56 സംസ്ഥാന അടിയന്തരാവസ്ഥ, 30, 60, 360 സാമ്പത്തികം, 359 മൗലികാവകാശങ്ങൾ പിൻവലിക്കാനുള്ള അവകാശം കൊടുക്കുന്നു. ഓക്കെയാണ്. അടുത്ത ചോദ്യം, ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ മാസമാണ്. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ. അടുത്ത, പ്രസിഡന്റിന് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75. ആർട്ടിക്കിൾ 75 പ്രസിഡന്റിന് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 75. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? കൺകറന്റ് ലിസ്റ്റാണ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ 3 ലിസ്റ്റുകളുണ്ടല്ലേ. ഏതൊക്കെയാണ് 3 ലിസ്റ്റുകൾ? ഒന്ന് യൂണിയൻ ലിസ്റ്റ്, അതായത് യൂണിയൻകാരത് യൂണിയൻ അതിനകത്ത് ഇടപെടാൻ പാടുള്ളൂ, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ മാത്രം പറ്റുന്ന യൂണിയൻ ലിസ്റ്റ്. രണ്ടാമത്തെ എന്താ? സ്റ്റേറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റിന് അധികാരമുള്ള സ്റ്റേറ്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്നാണ് സ്റ്റേറ്റിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും സ്റ്റേറ്റിനും അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റ്. ഓക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണേ? കൺകറന്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണം അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യം എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പ്രതിരോധം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധം, ഇത് യൂണിയനിലേ വരാൻ പറ്റത്തുള്ളല്ലോ. വിദേശകാര്യം അതല്ലേ പറ്റുള്ളൂ, വിദേശകാര്യം. അതുപോലെ റെയിൽവേ, നമുക്കറിയാം റെയിൽവേയും അതുപോലെ തന്നെയാണ്, യൂണിയനാണ്. റെയിൽവേ ഉണ്ട്, തപാൽ, ടെലഗ്രാഫ്, ഇൻഷുറൻസ്, സെൻസസ്, ബാങ്കിങ്, പൗരത്വം, UPSC, CBI, കോർപ്പറേഷൻ നികുതി, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യം എന്തൊക്കെയാണ്? നമ്മുടെ പോലീസ് അല്ല, പ്രതിരോധം എന്ന് പറഞ്ഞാൽ പട്ടാളമൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. എന്നാൽ പോലീസ്, നമ്മുടെ സ്റ്റേറ്റ് പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതല്ലേ. തദ്ദേശ സ്വയംഭരണമുണ്ട്, ഫിഷറീസ്, കൃഷി, ജയില്, മദ്യം, കാർഷിക വരുമാന നികുതി, പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, പൊതുജന ആരോഗ്യം, ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസം, വനങ്ങൾ, വൈദ്യുതി, വില നിയന്ത്രണം, സാമ്പത്തിക ശാസ്ത്രവും സാമൂഹിക ആസൂത്രണവും, ക്രിമിനൽ നിയമം, ട്രേഡ് യൂണിയൻസ്, ഇതെല്ലാം തന്നെ ജനസംഖ്യ നിയന്ത്രണം, കുടുംബാസൂത്രണം, ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371F ഏത് സംസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്? സിക്കിമിനെ പറ്റിയാണ് പറയുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371F സിക്കിമിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അടുത്തത്, ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ എത്ര മണിക്കൂറിനകം അയാളെ കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം അയാളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കണം. 48ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1. അടുത്ത്, ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത് 1986. ചൈൽഡ് ലേബർ ആക്ട് 1986. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാ? 2002 ജനുവരി 26 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 50 ചോദ്യങ്ങൾ പഠിച്ചു, കുറച്ച് അനുബന്ധ വിവരങ്ങളും പഠിച്ചു. ഇനി എക്സാം ആണ്, അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.